നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ ചികിത്സാ നിഷേധത്തിൽ ഡോക്ടർക്കെതിരെയുള്ള ഏതു നീക്കവും ചെറുക്കുമെന്ന് KGMOA മലപ്പുറം ജില്ലാ കമ്മിറ്റി. അപകടത്തിൽ പരിക്കേറ്റ് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിലെത്തിയ രോഗിക്ക് ചികിത്സ നിഷേധിച്ചുവെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ഭാരവാഹികൾ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാനുള്ള നീക്കങ്ങൾ പ്രതിരോധിക്കുമെന്നും അവർ പറഞ്ഞു. ചികിത്സ നിഷേധിച്ചെന്ന പരാതിയിൽ ഡോക്ടർക്കെതിരെ വകുപ്പ് തല നടപടി ഉണ്ടാകുമെന്ന വിവരങ്ങൾക്കിടെയാണ് ഡോക്ടർമാരുടെ സംഘടന പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 28-നാണ് സംഭവത്തിനാസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത്. കാലിന് പരിക്കുപറ്റി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട രോഗിക്ക് ഡോക്ടർ ചികിത്സ നിഷേധിച്ചെന്നായിരുന്നു ആരോപണം. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കപ്പെടുമ്പോൾ രോഗി വരുന്ന സമയത്ത് തന്നെ ഡോക്ടർ മറ്റു രോഗികളെ പരിശോധിക്കുന്നതിൽ വ്യാപൃതനായിരുന്നുവെന്നും ഈ രോഗിയെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മാറ്റുമ്പോഴോ അതിനുശേഷമോ ഈ വിവരം ഡോക്ടറുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ അറിയിച്ചില്ലായിരുന്നുവെന്നും രോഗി എത്തുമ്പോൾ തന്നെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള തരംതിരിവ് ചെയ്യുന്ന ട്രയാജ് സംവിധാനം കാഷ്വാലിറ്റിയിൽ കാര്യക്ഷമമായി നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നതെന്നും KGMOA ജില്ലാ ഭാരവാഹികൾ പറഞ്ഞു. ട്രയാജ് നിയമപ്രകാരം രോഗിയെ സ്വീകരിച്ച് രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയ്ക്കനുസരിച്ച് സീരിയസ് ആയി വരുന്ന രോഗികളെ റെഡ്, യെല്ലോ തുടങ്ങിയ കാറ്റഗറിയിൽപ്പെടുത്തി സീരിയസ് ആയ രോഗികളെ പെട്ടെന്ന് ഡോക്ടറെ അറിയിച്ച് ചികിത്സ നടത്തുക എന്നുള്ളതാണ് ട്രയാജ് സംവിധാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീരെ സീരിയസ് അല്ലാത്ത രോഗികളെയും OP-ആയി ചികിത്സിക്കേണ്ട രോഗികളെയും ഇത് കഴിഞ്ഞ് ഡോക്ടർ പരിശോധിക്കണം. എന്നാൽ ഈ തരംതിരിവ് ചെയ്യേണ്ട സ്റ്റാഫ് നഴ്സ് ഉൾപ്പെടെയുള്ള മറ്റു ജീവനക്കാർ നോക്കി നിന്ന് രോഗിയെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പറഞ്ഞുവിടുന്നതാണ് CCTV ദൃശ്യങ്ങളിൽ നിന്നും മനസ്സിലാകുന്നതെന്നും ഏകദേശം 25 മിനിറ്റോളം ഇതേ സ്ഥിതിയാണ് കാഷ്വാലിറ്റിയിൽ കാണാൻ സാധിക്കുന്നതെന്നും ഈ സമയത്തൊക്കെ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതും മറ്റു രോഗികളെ പരിശോധിക്കുന്നതും കാണാമെന്നും മറ്റൊരു ജീവനക്കാരൻ ഈ രോഗിയെ ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയെന്നും പറയപ്പെടുന്നതായും രോഗിയുടെ കൂട്ടിരിപ്പുകാർ ഡോക്ടറോട് നേരിട്ട് പരാതി പറയുകയും ദേഷ്യത്തിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഡോക്ടർ ഇക്കാര്യം അറിയുന്നതെന്നും KGMOA ഭാരവാഹികൾ പറയുന്നു. ഡോക്ടറോട് കയർത്ത് രോഗിയുടെ ബന്ധുക്കൾ രോഗിയുമായി ചികിത്സ വേണ്ടെന്ന് വെച്ച് ആശുപത്രിയിൽ നിന്നും പോകുകയാണ് ഉണ്ടായതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സാധാരണ OP കേസുകൾ മുതൽ സീരിയസ് ആയി വരുന്ന രോഗികളെ വരെ ചികിത്സിക്കുന്ന തിരൂരങ്ങാടി പോലത്തെ ആശുപത്രികളിൽ ട്രയാജ് സിസ്റ്റം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി സ്റ്റാഫ് നഴ്സ്, നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നിവർ ഉൾപ്പെടുന്ന ഒരു ടീമായാണ് കാര്യങ്ങൾ നടത്തേണ്ടത്. എന്നാൽ ഇതിനു പകരം ഡോക്ടറുടെ മാത്രം പിഴവായി കണ്ട് ചികിത്സ നിഷേധിച്ചു എന്ന തരത്തിൽ കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നും KGMOA പറഞ്ഞു. അത്യാഹിത വിഭാഗത്തിൽ വളരെയധികം രോഗികൾ ആശ്രയിക്കുന്ന തിരൂരങ്ങാടി ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാർ, മറ്റു പാരാമെഡിക്കൽ സ്റ്റാഫുകൾ എന്നിവയുടെ കുറവുകളുണ്ട്. ഇത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. തിരക്കുള്ള സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ ഒന്നിലധികം ഡോക്ടർമാരെ നിയമിക്കാൻ ഭരണ ചുമതലയുള്ള തിരൂരങ്ങാടി നഗരസഭ തയ്യാറാകണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. എപ്പോഴും ഡോക്ടർമാരുടെ കുറ്റം മാത്രമായി സമൂഹമധ്യത്തിൽ അവതരിപ്പിക്കപ്പെടുന്നതും നടപടികൾ എടുപ്പിക്കുന്നതും അംഗീകരിക്കാനാകില്ലെന്നും ശക്തമായ പ്രതിഷേധം ഇതിനെതിരെ ഉണ്ടാകുമെന്നും ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി. 12 മണിക്കൂറോളം തുടർച്ചയായി മുഴുവൻ സമയം ഡ്യൂട്ടി എടുക്കുന്നവരാണ് അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർ. കാഷ്വാലിറ്റിയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും ഡോക്ടർ മാത്രം ഉത്തരവാദി എന്ന സമീപനം ശരിയല്ല. ഡോക്ടർമാരും മനുഷ്യരാണെന്ന കാര്യം മനസ്സിലാക്കി ആരോപണങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. വിവാദങ്ങളും ഡോക്ടർമാരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങളും ഉണ്ടാകുമ്പോൾ ഡിഫൻസീവ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യാൻ ഡോക്ടർമാർ നിർബന്ധിതരായി തീരുമെന്നും ഏതൊരു ആശുപത്രിയുടെയും അവിഭാജ്യ ഘടകമായ ഡോക്ടർമാർക്കെതിരെയുള്ള ഏതു നീക്കത്തെയും പ്രതിരോധിക്കുമെന്നും ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറണമെന്നും ജില്ലാ ഭാരവാഹികളായ ഡോക്ടർ ജലാൽ PM, ഡോക്ടർ ജാനിഫ് KM എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.